പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും ഇത്തിരി സങ്കടത്തോടെ സ്വാഗതം. ഞാൻ ഒരു ലൈവ് ന്യൂസ് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലൈവ് ന്യൂസിൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാനൊരു ക്ലിപ്പ് ഫസ്റ്റ് കാണിച്ച്, അത് 1-2 ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരങ്ങളിലെ പച്ച ജീവൻ ചിന്നിച്ചെറിയ രംഗങ്ങളല്ല, കത്തിച്ചാമ്പല രംഗങ്ങളല്ല കാണിക്കുന്നത്. ഹോളിവുഡ് സിനിമയെ പോലും വെല്ലുന്ന, അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയെ വെല്ലുന്ന ഒരു പെൺമനസ്സിന്റെ ക്രൂരത എന്നല്ല, അപ്പുറം വാക്കെന്തോണ്ടോ, അതിഭയാനകമായ പാശ്ചാത്യരെയും വെല്ലുവിളിക്കുന്ന ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും അത്ര ക്രൂരമായ മനസ്സുള്ളവരുണ്ടാവില്ല. ഒരു പെണ്ണിന്റെ ക്രൂരതയാണ് വെണ്ണൂർ ചാമ്പലായി കിടക്കുന്ന മനുഷ്യന്റെ കാലിന്റെയും എല്ലിന്റെയും കഷ്ണങ്ങൾ കത്തിക്കരിഞ്ഞതിന്റെ ബാക്കി കഷ്ണങ്ങളാണ് സിനിമയിലല്ല കാണുന്നത്. ലൈവ് ന്യൂസിൽ കണ്ടുവരാൻ ഷെയർ ചെയ്യും. എവിടെ എത്തി ലോകം? എന്നെ കെട്ടണം, അതിൽ വിസമ്മതിച്ചാൽ ഇതാ പണി. ഞാൻ പറയുന്നതിലേറെ ആ ന്യൂസ് ചാനൽ അവതാരിക തന്നെ പറയട്ടെ. ഒരു പക്ഷേ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം. എവിടെ എത്തി നമ്മുടെ ഈ ലോകം? പെൺമനസ്, ഇത് ഒരു സിനിമയിലും ഇത്ര ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വശീകരിച്ച് വിളിച്ചു വരുത്ത് പല അപായം ചെയ്യും. വശീകരിച്ച് വിളിച്ചെത്തി എനിക്ക് ഇന്ന കോലത്ത് ചെയ്യണമെന്ന് പറഞ്ഞ പച്ചയായ ഒരു സാധുവിനെ കെട്ടിയിട്ട് കരുതിയിരുന്ന പെട്രോൾ വെച്ച് തീ കൊടുക്കണമെന്നില്ല. മനസ്സിന്റെ കരിങ്കല്ല് കട്ടിയെത്ര. ലൈവ് ന്യൂസിൽ കണ്ട കാര്യം ഞാൻ ഷെയർ ചെയ്തു. നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ. അനീഫ കട്ടപ്പാറ. നിങ്ങളെ വീഡിയോ ഒന്ന് കാണും ബാക്കിയുള്ളത്. വർഷങ്ങളായ സുഹൃത്തായിരുന്ന യുവാവിനെ സർപ്രൈസ് വാഗ്ദാനം നൽകി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. പാശ്ചാത്യ രീതിയിലുള്ള ശാരീരിക ബന്ധമാണ് സർപ്രൈസ് എന്നറിയിക്കുന്നു. സമ്മതം പറഞ്ഞ യുവാവിനെ കൈയും കാലും കണ്ണും കെട്ടി കസേരയിലിരുത്തുന്നു. തയ്യാറാക്കിയ പദ്ധതി പ്രകാരം യുവാവിന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. സിനിമയല്ല, ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ച ഒരു 27-കാരി തന്റെ സമപ്രായക്കാരനായിരുന്ന ഒരു യുവാവിനെ കത്തിച്ചതിന്റെ കുറ്റസമ്മതം പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു.